എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം കേട്ടോ. ഗ്രോത്ത് നന്നായിട്ടുള്ള ആൾക്കാർക്കൊരു പെർമനൻറ്റ് സൊല്യൂഷൻ, പക്ഷേ അവർക്കൊരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ലേസർ തന്നെയാണ്. വേറെ ഇപ്പോൾ വാക്സ് ചെയ്താലും ത്രെഡ് ചെയ്താലും ഒക്കെ ഇത് നമ്മൾ റിപ്പീറ്റഡ്ലി ഒരു 15 ഡേയ്സ് കൂടുമ്പോഴോ, അല്ലെങ്കിൽ നല്ല ഹെയർ ഗ്രോത്ത് ഉള്ളവരാണെങ്കിൽ വീക്കിലി വൺസോ ആയിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് തന്നെ പോകണം. പക്ഷേ ലേസർ ചെയ്യുമ്പോഴും ആൾക്കാരുടെ വിചാരം ഒരിക്കലും ലൈഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യണ്ട എന്നുള്ളൊരു വിചാരമുണ്ട്. അങ്ങനെയല്ല ലേസർ. നമ്മൾ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലരൊക്കെ ഡോക്ടേഴ്സിനെ കംപ്ലയിൻറ്റ് പറയണതാണ്, ഞാൻ ലേസർ ചെയ്താണ് അതെനിക്ക് വീണ്ടും വന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് ഡോക്ടേഴ്സിൻ്റെ മിസ്റ്റേക്ക് ഒന്നുമല്ല. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇയർലി അത് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ചെറിയ ഗ്രോത്ത് നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കും. അത് വരുന്നത് നമ്മൾ ഇയർലി വൺസൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇയർലി വൺസൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരു ഡോക്ടറെ മുന്നിൽ ഇരുന്നിട്ടാണ് ഡോക്ടറെ കാര്യം ഞാൻ പറയുന്നത്, കോൺഫിഡൻസ് നോക്കണം. ഞാനിപ്പോൾ വൺസ് ഇൻ 4 months ഇനി അത് കൂട്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഫെബിൻ്റെ അടുത്തെന്ന് പറയുമ്പോഴേ എങ്ങനെയാണെന്നുള്ളത് ഇഷ്ടം പോലെ എൻക്വയറി വരും എനിക്ക്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട്. അതങ്ങനെ ഗ്രാജുവലി പോവുക തന്നെ ചെയ്യും. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇയർലി വൺസായിട്ട് നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് പോകണം. അതുകൊണ്ട് ലേസർ ചെയ്യുന്നതാണ് ഒരു പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊരു റിസൾട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. വേറെ നമ്മളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനൊരു പരിധിയുണ്ട്. ആ സമയത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.